പ്രകാശേ ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നീ സംഗതി എന്താന്ന് പറയാലോ ജോണിക്കുട്ടി. ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടാതെ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? അല്ല ഇതാ പറഞ്ഞത്. വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ. ഇത്രയേറെ സ്റ്റാൻഡേർഡ് ഉള്ള ഈ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സയ്ക്ക് പോകും. ഒരിക്കലല്ല. കാരണം തീർച്ചയായിട്ടും വരാം. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ട്. ഇനിയും വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. എന്തൊരു പ്രാക്കാടത്. പ്രാക്കല്ല, ദണ്ണുകൊണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ അസുഖം എന്റെ കർത്താവേ, എന്റെ മാഷെ ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അല്ല, താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ അല്ല, ഇവിടെ ചോദിച്ചു. കിട്ടിയാലും അല്ല, ഇത്ര വ്യക്തിഹത്യ നടക്കുന്ന ഒരു ഞാൻ നിന്നെ പോലെയല്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ചാ ഞാൻ അടം. ചികിത്സ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഇന്ത്യ കേരള സംസ്ഥാനത്ത് ഏറ്റവും ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജുകളെല്ലാം നേരിടാന്നല്ലേ നിങ്ങൾ പറയുന്നത്? കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ എന്താ നോക്കണേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. സർവശക്ത